ഇവിടെ വെക്കാൻ പറ്റിയ ഒരു ബോക്സ് അല്ല കേട്ടോ, അത് പറഞ്ഞേക്കാം. എൻട്രൻസാ. ഞങ്ങൾ കട്ടിങ് നോക്കാതെ ഓരോടത്തും കൊണ്ട് കട്ട് ചെയ്ത രൂപ മുടക്കിയതല്ലേ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു എന്ന് മാത്രം. കഴിഞ്ഞാൽ അമ്മക്കൊരു വലിയ അബദ്ധം പറ്റി. എന്ത് രുചിയുള്ള കറിയാ അത്. ഇങ്ങനെയായി മാറുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പ്രതീക്ഷിച്ചില്ല. ഇന്ന് രാവിലെ കുയിലിന്റെ മണിനാദം കേട്ട് എത്ര മണിക്കാ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേന്ന് കണ്ടോ? അപ്പൊ ഒരു കാര്യമുണ്ട്, ഒരു ബ്രൂവും ഒരു കുട്ടി ദോശയും തിന്നായിരുന്നു. അതുകൊണ്ടാ. അപ്പൊ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എന്നാണോ, ഞാൻ അവിയലിന്റെ അരിഞ്ഞു വെച്ച് അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കുക്കിംഗ് തുടങ്ങാൻ കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാ ഈ സാറ്റർഡേ സൺഡേ എല്ലാം ഇച്ചിരി ലേറ്റ് അല്ലേ. ഓക്കെ, കിടിലൻ അവിയൽ റെഡിയാണ് ഇവിടെ. അപ്പൊ പറയണ്ട ഇച്ചിരി തന്നേക്കാൻ. ഇപ്പോഴേ തിന്നാനാണോ? അപ്പക്ക് താല്പര്യ ചുമ്മാ കഴിക്കാൻ. കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് ചമ്പ് പാത്രമൊക്കെ കഴുകുള്ളൂ. ഓഫ് ചെയ്തേക്കട്ടല്ല. ഫാനിന്റെ ശബ്ദം. ഞാനിവിടെ അപ്പ നിങ്ങൾ ഓർക്കും ഇത് എന്നാന്ന് ഇവിടെ വന്നിരിക്കണേ. ഇവിടെ വെക്കാൻ പറ്റിയ ഒരു ബോക്സ് അല്ല കേട്ടോ, അത് പറഞ്ഞേക്കാം. എൻട്രൻസാ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റിക്കോളാം. അപ്പൊ കിച്ചണിന്റെ അവിടെയൊക്കെ വെയിലാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നേ. വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും വെയിൽ പ്രശ്നമല്ലേ. അപ്പം ഈ വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ അകത്ത് എപ്പോഴും ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ വെച്ചേച്ച് അതിനകത്താണ് വേസ്റ്റ് ഇടാറ്. വർക്ക് ഏരിയയിൽ ഇരിക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവൂല. പക്ഷെ അത് ഈ വലിയ കവർ എപ്പോഴും കിറ്റായിട്ട് കിട്ടൂലല്ലോ. അപ്പൊ ഇവിടെ കണ്ട് ലുലുവിൽ ചെന്നപ്പോ കണ്ട് എടുത്തോണ്ട് വന്നതാ, അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നതാട്ടോ. 15 ബാഗാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഞാൻ ഇവളോട് വെച്ചോടി 15 എണ്ണം ഇതിനകത്ത് ഉൾക്കൊണ്ടോന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം, എന്തായാലും അടുക്കി തിന്നായിട്ടുള്ളതല്ലേ. അപ്പൊ ഇത് ഗുണം എന്നാന്ന് വെച്ചാൽ വലിപ്പം ഉള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതോടുകൂടി അങ്ങ് കൊണ്ടേ വേസ്റ്റ് കളയുന്നിടത്ത് കളയാലോ നമുക്ക്. അപ്പൊ അതിന്റെ ഉദ്ദേശത്തിൽ മേടിച്ചോണ്ട് നമുക്ക് കട്ട് ചെയ്ത് ഒരെണ്ണം ഒന്ന് പുറത്തെടുത്ത് കാണിക്കാം. ഇതെങ്ങനെയാ കട്ട് ചെയ്യണേന്നാ ഞാൻ നോക്കിയത്. ഇങ്ങനെ അങ്ങ് തുറന്നാലോ. ഏതായാലും ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കണം. അപ്പൊ പിന്നെ എല്ലാവരും കണ്ടേക്കണ സാധനം തന്നെയാണ്. പിന്നെ ഇത് പച്ച കളറാണല്ലോ. ഞാൻ അവിടുത്തെ ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്ക് അവിടെ കണ്ടില്ല അല്ലേ. ഇത് ഞാൻ എടുക്കണത് അങ്ങനെ തന്നെ എടുത്തു നോക്കേ. ഞാൻ വളരെ സൂക്ഷിച്ച് എല്ലാം കൂടെ അടർന്നു പോന്നാൽ പിന്നെ അതിനകത്തേക്ക് വെക്കാൻ പറ്റൂല്ലോ. പക്ഷേ എൻ്റെ ഇങ്ങനെയുള്ള വർക്കുകൾ ഇച്ചിരി ഇതാന്ന് ഞാൻ നിങ്ങളോട് പറയാറില്ല. ഇതന്നെ ഇങ്ങനെ. അതെ ഇവിടെയാ. അവിടെയാണോ കട്ടിങ്? വലിപ്പം മതിയാവോ? നമുക്ക് ഒപ്പിക്കാൻ വീതിയുണ്ട്. നോക്കട്ടെ. ഇങ്ങനെയാ കട്ടിങ് നോക്കാതെ ഓരോടത്തും കൊണ്ട് കട്ട് ചെയ്ത രൂപ മുടക്കിയതല്ലേ. നോക്കട്ടെ കേട്ടോ. ഇത് തന്നെയാ കട്ടിങ്. അതിങ്ങനെ വലിച്ചാ മതി. കത്രിക ഉണ്ട് വേണമെങ്കിൽ കത്രിക എങ്ങോട്ട് ചെയ്യാം. ഇവിടെ ആയിരിക്കും അല്ലേ? നോക്കിയാല് അതെ. ഇവിടെ തന്നെ അതാ പൊഴി ഇട്ടേക്കണ അതാ. ഇവിടെയല്ലേ? ഇവിടെ ആയിരിക്കും. അവിടെ ചെറിയ ബാസ്ക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പുറത്താ തുറക്കണ്ടേ? അല്ല അതേന്നേ. ഇതിപ്പോ എങ്ങനെയാ പുറത്ത് തുറക്കുന്നേ? മഴക്കേ ബുദ്ധിയുള്ളൂ. വലുതാണല്ലോ. വലുതാ. നമ്മുടെ ഈ ബാസ്ക്കറ്റിന് കറക്റ്റ് അതേ ഇത്രയും വലുപ്പമുണ്ട്. നല്ലതാ. നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് അധികം വലുതല്ലല്ലോ. അപ്പൊ അതിന് ഉൾക്കൊള്ളാനുണ്ട്. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇതിനകത്തേക്ക് വെക്കുക,
ഇനി വേസ്റ്റ് അങ്ങ് ഇടുക. എന്നിട്ട് ഇതേപടി എടുത്ത് തന്നെ കൊണ്ട് കളയാം. ബിക്കോസ് ഇത് കമ്പോസ്റ്റബിൾ ആണ്. കറക്റ്റാ കേട്ടോ, നമ്മുടെ ഇതിന് സൈസ് കറക്റ്റാ. ഇച്ചിരി ഒരു അത് കുഴപ്പമില്ല, അത് കറക്റ്റ് അങ്ങനെ ഇതിൽ കിട്ടൂലല്ലോ. ചെറിയൊരു ഇതുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓരോ സാധനങ്ങൾ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ അനങ്ങാതെ ഇതിലിരുന്നോളൂ. വേണമെങ്കിൽ ഒരു ക്ലിപ്പ് വെച്ചാൽ മതി. ആ ശരി, അതായിരിക്കും നല്ലതല്ലേ. നമുക്ക് വെക്കാറാ നല്ലത്. വേണ്ട, അത്രയും വലിപ്പം ഉണ്ട് അതിന്. ഞാൻ ഇങ്ങനെ നോക്കി ഇതാ ഇങ്ങനെ വെക്കണ്ട. എങ്ങനെയായാലും കുഴപ്പമില്ല, വേസ്റ്റ് ഇടാനുള്ള. ഇനി നമുക്ക് വേസ്റ്റ് രണ്ട് വശത്തും നീ പറഞ്ഞ പോലെ ഒരേ ക്ലിപ്പ് ചെയ്യാം. ഞാൻ ആ ക്ലിപ്പിങ് എടുത്തോണ്ട് വരാം. പിന്നെ സാധനങ്ങൾ ഇടുമ്പോ ശരിയായിട്ട് ഇരുന്നോളൂ, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോഞ്ഞു പോകും. ആ ക്ലിപ്പ് ഇതിനകത്ത് തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഇത്ര ഉള്ളത് സംഭവം. ഇനി ഈ ക്ലിപ്പ് ഇതിൽ തന്നെ അങ്ങനെ ഇരുന്നോളും. അതെ, പെർമനന്റ് ആയിട്ട് അങ്ങ് വെച്ചേക്കുക. സൊല്യൂഷൻ ആയില്ലേ? അവിടെ വെക്കണോ? വേണ്ട, വേണ്ട, എല്ലായിടത്തും വെക്കണ്ട. കാരണം എന്നാന്നറിയാമോ, എല്ലായിടത്തും വെച്ച് ആ ക്ലിപ്പ് വേറെ ഒന്നിനും എടുക്കാൻ പറ്റില്ല. വേസ്റ്റിന്റെയിലേക്ക് വെച്ചത് വേസ്റ്റിന് തന്നെ. അതെ. അപ്പൊ ഇതെന്നാന്നറിയാമോ, ശരിക്കും ബെഡ്റൂമിൽ ഇതുമൊക്കെ പുള്ളിക്കാരി വരുമ്പോ എപ്പോഴും എടുത്തോണ്ട് പോയി കളഞ്ഞേച്ച് കഴുകി ഇങ്ങനെ മൂടി വെച്ച് വെള്ളം വാർന്നു കഴിയുമ്പോ ഉണക്കിയകത്തേക്ക് കൊണ്ടുപോയി വെക്കും. കഴിഞ്ഞ ആഴ്ച വന്നപ്പോ അതിന് നല്ല സുഖമില്ലായിരിക്കണോണ്ട് ക്ലീനിങ് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഞാൻ നടത്തിയില്ല. ചുമയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴുകിയെടുത്തോളം അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ക്ലീനിങ് അത്ര നന്നായിട്ടൊന്നുമില്ല. പിന്നെ എല്ലാ അടുക്കളയിൽ കൈകാര്യം ചെയ്യണവർക്കും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അറിയാം. ഞങ്ങൾ വർക്ക് ഏരിയയിലാണ് വെച്ചേക്കണേ. കിച്ചണിൽ അടപ്പില്ലാത്ത ബാസ്ക്കറ്റ് ആയതുകൊണ്ട് ഞാൻ വെക്കാറില്ല, അതൊരു സുഖമില്ല. സ്മെല്ലൊക്കെ പുറത്തേക്ക് വരും. ഫുഡ് വേസ്റ്റ് ഒക്കെ ഇതിനകത്ത് ഇടാറുണ്ട്. ഈ കരിവേപ്പില, ഉള്ളി അരിഞ്ഞതിൻ്റെ തൊണ്ട്, എല്ലാ വെജിറ്റബിൾ അരിയണതിൻ്റെ എല്ലാത്തിൻ്റെ തൊണ്ടും അങ്ങനെ ഇടാറുണ്ട്. പാൽ കവറുകൾ ഇടുന്ന വേറൊരു ഡപ്പയുണ്ട് പുറത്ത് വെച്ചേക്കണേ, അത് ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ശരിയാവൂല, പ്ലാസ്റ്റിക്കില്ലായിരുന്നു. അപ്പം ഞാനാണിത് കഴുകി വെച്ചേക്കണത്. അത്ര നീറ്റ് അല്ല എന്ന് പറഞ്ഞതാ. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു എന്ന് മാത്രം. കിച്ചണിലല്ലേ എന്തായാലും കുറച്ച് മാലിന്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇനി ഇത് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി വെക്കേണ്ട സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കാം. വേണമെങ്കിൽ അന്നേരം അവിടെ ഒന്ന് പടം പിടിച്ചോ. ഇനി ഈ ഗാർബേജ് ഫില്ലായി കഴിയുമ്പോ ഈ കവർ തന്നെ എടുത്ത് കമ്പോസ്റ്റ് കുഴിയിൽ കൊണ്ടിടാം. കവറ് കുഴപ്പമില്ലാത്ത അല്ലേ? കവർ കുഴപ്പമില്ല, വേറെ ഒരെണ്ണം വെച്ചേക്കാം. ഇതിങ്ങനെ ക്ലിപ്പ് മാറ്റണം. ക്ലിപ്പ് മാറ്റിയില്ലെങ്കിൽ ഇവരറിയും. ഇതേ കണ്ടോ, ഇതിൽ എഴുതിയിട്ടുണ്ട് ഡിസ്റ്റന്റ്ലി സ്ട്രോങ്, ട്രൂലി കമ്പോസ്റ്റബിൾ, എക്കോ ഫ്രണ്ട്ലി. ഇതില്ലേ ഇവരറിയുമല്ല, ഓരോ പ്രാവശ്യം ക്ലിപ്പ് വെക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ വേസ്റ്റിന് ഉപയോഗിക്കുന്ന ക്ലിപ്പ് വേസ്റ്റിൽ തന്നെ ഇരിക്കും. ഓക്കെ ബൈ. ഓക്കെ, വേസ്റ്റിന് വരെ ഇപ്പൊ അറേഞ്ച്മെന്റ് ആയി. ലൈറ്റ് എടുത്തോളാം. ക്ലിപ്പ് ഇവിടെ ഇരുന്നതാ. നിന്റെ പുതിയ സോസ്പാനില് നിനക്ക് തന്നെ ആദ്യമേ ബ്രൂ എടുക്കണം. നമ്മുടെ മുഖത്തെ സന്തോഷത്തിന്റെ കാരണം ദേ ഈ സോസ്പാൻ. ഇതിന്റെ കവർ പോലും മാറ്റിയിട്ടില്ലല്ലോ അമ്മ. അത് ഞാനത് വായിച്ചില്ല. പാല് തിളപ്പിക്കാനൊക്കെ അതിലുണ്ടെന്ന് നീ പറഞ്ഞു. ഒന്നത്, 2 ടിഷ്യൂ, 3 നെയ് ബോട്ടിൽ. ബോത്ത് ഓഫ് തിങ്സ് മേക്സ് യു ഹാപ്പി. ബോത്തല്ല, ട്രിപ്പിൾ ഐറ്റംസ്. ബോത്ത് ഓഫ് ദ തിങ്സ് മേഡ് യു ഹാപ്പി. അത് ശരിയാ, അങ്ങനെ പറയണം. അത് കറക്റ്റാ. മംഗ്ലീഷ് അല്ല, സാധാരണ ലാംഗ്വേജ് പറഞ്ഞു പഠിക്കുന്നു. അതെ. പിന്നെ ലാംഗ്വേജ് എല്ലാ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ആര് കുറ്റം പറഞ്ഞാലും അറിയാവുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ്. അതാണ് എന്റെ സ്വഭാവം. അത് സന്തോഷത്തിലായാലും പുച്ഛിച്ച് പറഞ്ഞാലും ഞാൻ ആ രീതിയിൽ തന്നെ പോകുന്നതാണ്. ചേഞ്ച് ഉണ്ടാവുന്നതല്ല. അമ്മ ഇപ്പൊ കാപ്പി കുടിക്കണ്ടോ? ഇല്ല, ഞാൻ ചായ കുടിച്ചായിരുന്നു 3:30 അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് പറ്റിയില്ല. ഇനിയിപ്പോ ഒരു കാര്യമുണ്ട്, 5:30 ആകുമ്പോഴത്തേക്കും കഴിപ്പോട് കൂടിയുള്ള ഭക്ഷണം ചായ കാണിക്കാം. അപ്പ ഇപ്പൊ പുറത്തേക്ക് പോയേക്കാം. അന്നേരം ഒരു ചായ മാത്രല്ലേ കുടിച്ചോളൂ. അപ്പയും ഒരു ചായ മാത്രം കുടിച്ചിരുന്നു. അപ്പൊ അത് ജസ്റ്റ് എടുത്തില്ല, ജസ്റ്റ് ഒരു ചായയല്ലേ. അപ്പൊ ഇനി വന്നു കഴിയുമ്പോ ഹൈ ടീ ഉണ്ട്, അപ്പൊ അത് നിങ്ങളെ കാണിക്കാം കേട്ടോ.
ആ ദേ ഇതെന്നാ പേപ്പർ കത്തും പേപ്പർ അപ്പയുണ്ടെങ്കിൽ കൊലപാതകം കഴിഞ്ഞാല് ഇങ്ങനെ അതങ്ങ് മാറ്റിയേക്കാൻ. അതാണ് നല്ലത്. നീ ചോദിച്ച പോലെ പേപ്പർ മാറ്റിയില്ല അമ്മേനെ ചോദിച്ചോ. അതെ, അതെന്നാന്നറിയാമോ, തീ പൊങ്ങി വരാനൂടെ ഈ പാല് പൊങ്ങി വരാനൂടെ വെച്ചിരുന്നിട്ടാണ്. അതിലൊന്നും വീണിട്ടില്ല കേട്ടോ, ഇതിലും വീണിട്ടില്ല. ആ കൊഴപ്പില്ല. ഒഴിക്കട്ടെ, മുനപ്പിലൂടെ തന്നെ ഒഴിക്കണം. അതിനാണല്ലോ അത്. യെസ്, കറക്റ്റ് ആയിരുന്നു. ഇച്ചിരി പാലധികടി ഞാൻ ആ കലത്തിലേക്ക് ഒഴിച്ച് വെച്ച് നിനക്ക് അടിച്ചു തരാം കേട്ടോ. പതയാക്കി തരാം. വേണമെന്നില്ല, ഇത് മതി. ഇല്ല, പതയാക്കാം. ഇതിലടിക്കണ്ട, സ്റ്റീൽ കപ്പിൽ അടിക്കാം. സ്റ്റീൽ കപ്പ് എടുത്തോണ്ട് വരാം. അതെ, ഞാൻ നിങ്ങളെ ഒരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ ഓടി ഇറങ്ങി വന്നത്. ഞാൻ പോകുന്നത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ അടുത്തേക്കാണ്. ഇക്കുറിയും ദേ മിറാക്കിൾ ഫ്രൂട്ട് നിറയെ കനിഞ്ഞിട്ടുണ്ട്. കണ്ടാ, ഈ ഗ്രീൻ ഇലയിലുണ്ടല്ലോ ഇങ്ങനെ റെഡ് പഴങ്ങൾ ഉണ്ടാക്കി കിടക്കണ കാണാൻ നല്ല രസമാട്ടോ. നിറച്ചുണ്ടാവണം. കഴിഞ്ഞോണം നിറയെ ഉണ്ടായിരുന്നു, നമ്മളതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നിറച്ചുണ്ടായിട്ടില്ല. ദേ കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. എങ്കിലും ഇത് ഒരു വർഷം 2 തവണയെങ്കിലും നമുക്കിതുപോലെ കായകൾ തരാറുണ്ട് കേട്ടോ. ഇതിങ്ങനെ കിടക്കുന്ന കണ്ടാലും ഞാൻ ഒരെണ്ണം പോലും എടുക്കില്ല. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ നേരത്തേക്ക് പിന്നെ നമുക്ക് പുളിയുള്ളതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം മധുരമായിട്ടേ തോന്നുള്ളൂ. നമുക്കിത് പക്ഷേ അമ്മയ്ക്ക് കൊടുക്കാം. എന്നിട്ട് അമ്മയുടെ എക്സ്പ്രഷൻ ഒന്ന് ചോദിച്ചു നോക്കാം. അമ്മയ്ക്ക് അറിയാം സംഭവം, പക്ഷേ എങ്കിലും ഈ കുറി നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സീസണിൽ ആദ്യമായിട്ടുണ്ടായത് നമുക്ക് പറിച്ചു കൊടുക്കാം കേട്ടോ. അമ്മ എന്നെ പറഞ്ഞോട്ട് നിക്കണേ. വെയിറ്റ് എടുത്ത കേട്ടോ. അച്ചിങ്ങി അടുപ്പത്തിരിക്കുക കഞ്ഞിക്കുള്ള എന്നാന്ന് പറയാം. അമ്മയ്ക്കൊരു വലിയ അബദ്ധം പറ്റി. ഇത്രയും പ്രതീക്ഷ. ഏത്തക്ക, ടൊമാറ്റോ, പുളിങ്കറി, വളംപുളി പിഴിഞ്ഞ് തേങ്ങ അരച്ച ചാറുകറി ഉച്ചയ്ക്ക് വെച്ചതാ. കുറച്ച് ഞാനൊരു നനയ്ക്കാൻ പോയപ്പോ ഒരു മിറാക്കിൾ ഫ്രൂട്ട് കുറേ പഴുത്ത് കഴിഞ്ഞ് കിടപ്പുണ്ട്. ചുമ്മാ ഒരെണ്ണം എനിക്കറിയാതെ കടിച്ചു കഴിഞ്ഞാൽ മധുരച്ചവയാന്ന് പറയുന്നത്. 2-3 മണിക്കൂർ നേരത്തേക്ക് പുളിയുള്ളത് കഴിച്ചാലും മധുരമായിരിക്കും. ഞാൻ ചുമ്മാ ഒന്ന് കടിച്ചേച്ച് തുപ്പിക്കളഞ്ഞുള്ളത്. എന്നിട്ട് ഞാനില്ലേ വാ കഴുകി, അതുകൊണ്ടൊന്നും കാര്യമില്ല. അതെ, പുളിയുള്ള ആ ചാറുകറി തീയാട്ടോ. ചാറുകറി വയലേക്ക് ചാറങ്ങ് വെച്ചപ്പോഴേ ഈ തേനിന്റെ മധുരം പോലെ ഞാനും കഴിച്ചു നോക്കി. വല്ലാത്ത മധുരമായിരുന്നു. വല്ലാത്ത മധുരം, മധുരം തന്നെയല്ല, ഒരു പ്രത്യേക രീതിയിൽ സഹിക്കാൻ മേലാത്ത രീതിയിലുള്ള മധുരം. അതെ അതെ, ഒരു ടേസ്റ്റും ഇല്ല. ആ കറി ആയതുകൊണ്ടായി പ്രശ്നം. പക്ഷെ എന്ത് രുചിയുള്ള കറിയാ. അത് ഇങ്ങനെയായി മാറുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പ്രതീക്ഷിച്ചില്ല. ഇനി 2 മണിക്കൂർ അങ്ങനെയായിരിക്കും. പുളിയുള്ളത് എന്ത് കഴിച്ചാലും മധുരിക്കും. അറിഞ്ഞോണ്ട് അത് കടിച്ചതായിരുന്നു. ഇപ്പൊ മതിയായില്ലേ? ജീവിതത്തിൽ കടിക്കില്ല. അപ്പയ്ക്ക് ഒരെണ്ണം കൊടുക്കണോ? അപ്പ